എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നിങ്ങൾ ഡ്രൈവിംഗ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളൊരു വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കാതെ തന്നെ നിങ്ങളുടെ നെഞ്ചിരിപ്പ് കൂടുന്നു, നിങ്ങൾക്ക് ശ്വാസം മുട്ടൽ പോലെ വരുന്നു, നിങ്ങൾ വിയർക്കുന്നു. ഇതെല്ലാം എന്തുകൊണ്ടായിരിക്കും എന്ന് നിങ്ങൾ ആലോചിക്കുന്നു. അതിനുശേഷം എല്ലാ ടെസ്റ്റുകളും ചെയ്യുന്നു. ശാരീരികമായും മാനസികമായും നിങ്ങൾക്ക് മറ്റ് യാതൊരു കുഴപ്പവുമില്ല എന്ന് ഡോക്ടേഴ്സ് പറയുന്നു. ഹൃദയം പെർഫെക്റ്റാണ്, നിങ്ങളുടെ ഹൃദയം പെർഫെക്റ്റാണ്, നിങ്ങളുടെ ശ്വാസകോശം പെർഫെക്റ്റാണ്, നിങ്ങളുടെ ശരീരത്തിൽ മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എന്നിരുന്നിട്ടും നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നാൽ നിങ്ങൾക്ക് വളരെയധികം ഉത്കണ്ഠ തോന്നുന്നു, നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നുന്നു. ഒന്ന് വേഗം അവിടെ നിന്നും ഇറങ്ങി മാറിയാൽ മതി എന്ന് തോന്നുന്നു. ഇതെന്തുകൊണ്ടായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അടുത്ത 5 മിനിറ്റിൽ ആങ്സൈറ്റി, അതായത് ഉത്കണ്ഠ, നിങ്ങളുടെ ശരീരത്തിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നും അത് നിങ്ങൾ ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്തോ ഡ്രൈവിംഗ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും വിശദീകരിക്കാം. നിങ്ങളത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ക്യൂർ, നിങ്ങളുടെ മാറ്റം അവിടെ നിന്നും ആരംഭിക്കുന്നു. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കമൻറ്റുകൾ വായിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വണ്ടി ഓടിക്കുമ്പോൾ പല ആളുകളും എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില ലക്ഷണങ്ങളാണ്, ആങ്സൈറ്റിയുടെ ലക്ഷണങ്ങളാണ്. ഡിസിനെസ്, അതായത് തലകറക്കം പോലെ തോന്നുക, തലയ്ക്ക് ഭാരമില്ലാതെ തോന്നുക, കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയുന്ന പോലെ, അല്ലെങ്കിൽ കണ്ണുകൾ എന്തോ തരത്തിൽ മൂടിയിരിക്കുന്നത് പോലെ തോന്നുക, ചുറ്റുപാടിൽ നിന്നും ഞാൻ അന്യനാണ് എന്നുള്ള ഒരു തോന്നലുണ്ടാകാം, തലകറങ്ങി വീഴുമോ എന്നുള്ള ഒരു തരത്തിലുള്ള സിംറ്റം പേടിയുണ്ടാവാം, അതേപോലെ ഞാൻ എന്നിലുള്ള കൺട്രോൾ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകാം. ഇതെല്ലാം എല്ലാ ടെസ്റ്റുകളും ചെയ്തതാണ്, ശാരീരികമായി യാതൊരു കുഴപ്പവുമില്ല. ശരീരത്തിലെ മറ്റ് അനുബന്ധ അവയവങ്ങളെല്ലാം കൃത്യമായി ജോലി ചെയ്യുന്നുണ്ട്, അവയ്ക്കൊന്നും ഒരു പ്രശ്നവുമില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് നിങ്ങൾക്കിതെല്ലാം ഉണ്ടാകുന്നത്. ഇതെന്തുകൊണ്ടാണ് എന്നാണ് നമ്മളിപ്പോൾ അനലൈസ് ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിനെക്കുറിച്ചും നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മളെല്ലാവരും ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഒരു ഡേഞ്ചറിനെ പെർസീവ് ചെയ്യുമ്പോഴാണ്, ഒരു ഡേഞ്ചർ ഉണ്ട്, ഒരു അപകടകരമായിട്ടുള്ള സാഹചര്യം വരാനുണ്ട് എന്ന് തന്നെത്താൻ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ആങ്സൈറ്റി ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ അവസ്ഥയിൽ, അതായത് നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ അവിടെ എന്തോ കാര്യമായി പേടിപ്പിക്കുന്ന തരത്തിൽ ഡേഞ്ചറസ് ആയി എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് നിങ്ങളുടെ മനസ്സ് കണക്ക് കൂട്ടുന്നു. അതായത് നിങ്ങളുടെ അമിഗ്ഡല കണക്ക് കൂട്ടുകയും അതിനനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം ട്രിഗർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ട്രിഗർ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ശാരീരികമായി ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത്. എന്തുകൊണ്ടായിരിക്കും നമുക്ക് ആങ്സൈറ്റി, ഡിസിനെസ് ഉണ്ടാക്കുന്നത്, തല കറങ്ങുന്നത് പോലെയുള്ള ഫീലിംഗ് ഉണ്ടാക്കുന്നത്, ഡിറ്റാച്ച്മെൻറ്റ് പോലെയുള്ള ഫീലിംഗ് ഉണ്ടാക്കുന്നത്? അതിന് പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം വളരെയധികം വേഗത്തിലാകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം വളരെയധികം വേഗത്തിലാകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ രക്തത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയുന്നു. കൂടെ തന്നെ ബ്ലഡ് ഫ്ലോവിൻ്റെ, രക്തധമനികളിൽ രക്തം ഒഴുകുന്നതിൻ്റെ പാറ്റേൺസും മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് കാരണം നമുക്ക് ഡിസിനെസ്, അതായത് വെയിറ്റ് കുറഞ്ഞ പോലെയുള്ള സംഭവം, തല കറക്കി വീഴുമോ എന്നുള്ള സംഭവം, അതേപോലെ ഞാൻ ഫ്ലോട്ട് ചെയ്യുകയാണോ എന്നുള്ള ഒരു സെൻസേഷൻ, തലയ്ക്ക് ഭാരമില്ലാത്ത അവസ്ഥ, ഇതെല്ലാം നമുക്കുണ്ടാകുന്നു. ഇതിൻ്റെ കൂടെ സംഭവിക്കുന്ന മറ്റൊരു വിഷയമാണ് ആങ്സൈറ്റി സെൻസിറ്റിവിറ്റി, അതല്ലെങ്കിൽ സിംറ്റംസ് മോണിറ്ററിംഗ് എന്ന് പറയാം. ഒരു തവണ നമുക്ക് ലൈറ്റ് ഹെഡഡ്നെസ് വന്നു കഴിഞ്ഞാൽ, ഒരു തവണ നമുക്ക് തല കറങ്ങുന്ന പോലെ തോന്നിക്കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ മനസ്സ് മുഴുവൻ ഈ തല കറങ്ങുന്നുണ്ടോ, എനിക്ക് ഡിസിനെസ് വരുന്നുണ്ടോ, ഭാരമില്ലാത്ത പോലെ തോന്നുന്നുണ്ടോ എന്ന് വീണ്ടും വീണ്ടും നമ്മുടെ ശരീരത്തിൽ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും, റീചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ റീചെക്ക് ചെയ്യുന്നത് ആങ്സൈറ്റി വർദ്ധിപ്പിക്കുന്നു. ഈ ആങ്സൈറ്റി തന്നെ വീണ്ടും നമുക്ക് ഈ ലക്ഷണങ്ങളെ കൂടുതൽ മോശമാക്കുവാൻ സഹായിക്കുന്നു. ഇതൊരു സൈക്കിളാണ് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. കൃത്യമായി പറഞ്ഞാൽ, നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഡിസിനെസ് വരുമോ, എനിക്ക് ലൈറ്റ് ഹെഡഡ്നെസ് വരുമോ, എനിക്ക് മറ്റെല്ലാ സിംറ്റംസും വരുമോ എന്നുള്ള ചിന്തയോടെയായിരിക്കും പോയിരിക്കുന്നത്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് ഇതുണ്ടോ എന്ന് സ്വയം മോണിറ്റർ ചെയ്യുകയാണ്.
എവിടെയെങ്കിലും ചെറുതായി എന്തെങ്കിലും ഒരു സിംറ്റം നിങ്ങൾ ആൾറെഡി പേടിച്ചിരിക്കുന്നത് കൊണ്ട്, വരുമോ എന്നുള്ള ചിന്ത നിങ്ങൾക്കുള്ളത് കൊണ്ട്, സ്വാഭാവികമായും ആ വരുമോ എന്നുള്ള പേടിയുടെ ഭാഗമായ, പേടി എന്ന് പറഞ്ഞാൽ ആങ്സൈറ്റി, ആ ആങ്സൈറ്റിയുടെ ഭാഗമായ ഈ ലക്ഷണം ചെറുതായി കാണിക്കാൻ തുടങ്ങുന്നു. ഈ ചെറുതായി കാണിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു, കൂടുതൽ മോണിറ്റർ ചെയ്യുന്നു. മോണിറ്റർ ചെയ്യുമ്പോൾ അയ്യോ ഇതാ വന്നല്ലോ, അതിനി കൂടുമോ എന്നാവും ചിന്ത. വന്നല്ലോ എന്നുള്ള ചിന്ത നിങ്ങളുടെ പേടിയും ആങ്സൈറ്റിയും അധികരിക്കുന്നു. ഇനി കൂടുമോ എന്നുള്ള ചിന്ത, ആങ്സൈറ്റി അധികരിക്കുമ്പോൾ അത് കൂടുന്നതായി നമ്മൾ ഫീൽ ചെയ്യുന്നു. ഇതെല്ലാം ആ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും എഴുന്നേറ്റ് മാറിയാൽ വിത്തിൻ 2 minutes ഇതെല്ലാം ശരിയാകും എന്നുള്ളത് തന്നെയാണ്. ഈ സൈക്കിളാണ്, ഇതൊരു ആങ്സൈറ്റിയാണ്, ഇതൊരു ശാരീരിക വിഷയമല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്ന ഏറ്റവും വലിയ റിയഷുറൻസ്. നമുക്ക് പുറത്തേക്ക് പോയാൽ, അതായത് ഈ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറിയിരുന്നാൽ നമ്മൾ റിലാക്സ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വളരെ സിമ്പിളായ ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. നിങ്ങൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് പേടി മാത്രമാണ്, ആങ്സൈറ്റി മാത്രമാണ് എന്നുള്ളത്. സാധാരണഗതിയിൽ ഇങ്ങനെയൊരു ലക്ഷണം വരുമ്പോൾ, തെറാപ്പിയൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ എന്നോട് പറയാറുള്ളത്, ഞാൻ അങ്ങനെ പേടിക്കാറില്ല, ഈ ലക്ഷണം വരുമ്പോഴാണ് ഞാൻ പേടിക്കുന്നത് എന്നാണ്. അപ്പോൾ ലക്ഷണം വരാതായതിനു ശേഷം എൻ്റെ പേടി മാറ്റിക്കോളാം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ കാണാത്തൊരു വിഷയമുണ്ട്. ഈ പേടി കാരണമാണ് ലക്ഷണങ്ങൾ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ മാറിയിട്ട് ഞാൻ ശരിയാവുമെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഈ ലക്ഷണങ്ങളെ പേടിക്കുന്നില്ല എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് വരികയാണ് എന്നുള്ളതാണ്. തെറാപ്പിയിൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു തരുന്നത് പേടിക്കാതിരിക്കുക. കാരണം നിങ്ങൾ എല്ലാ ടെസ്റ്റും ചെയ്തതാണ്, ശാരീരികമായ എല്ലാ ടെസ്റ്റുകളും ചെയ്തതാണ്. നിങ്ങൾക്ക് ഹൃദ്രോഗമോ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗമോ തലച്ചോറ് സംബന്ധമായിട്ടുള്ള രോഗമോ ENT പോലെയുള്ള അതുമായി ബന്ധപ്പെട്ട രോഗങ്ങളോ ഒന്നുമില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ ലക്ഷണം ഒരു കാരണവശാലും പേടിക്കേണ്ട ലക്ഷണമല്ല എന്ന് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കണം. അതിനനുസരിച്ച് ഈ ലക്ഷണങ്ങൾ വന്നാൽ വരട്ടെ, ഞാനതിനെ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. മനസ്സിൽ റീഅഷ്യൂർ ചെയ്യുക, എനിക്കറിയാം ഇത് വെറും ആങ്സൈറ്റി റെസ്പോൺസാണ്, ഇത് വെറും സ്ട്രെസ് റെസ്പോൺസാണ്, ഞാൻ പേടിക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്നതാണ്, ഞാൻ പേടിക്കില്ല എന്ന് സ്വയം റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ റീഅഷ്യൂറൻസ് നൽകുന്നത് വഴി, ആത്മാർത്ഥമായ റീഅഷ്യൂറൻസ് നൽകുന്നത് വഴി നമുക്ക് ഈ സാഹചര്യത്തെ ഓവർകം ചെയ്യുവാനും കഴിയും. ഓർക്കുക, ആങ്സൈറ്റിക്ക് പല റിയലായ സിംറ്റംസിനെയും ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ടെസ്റ്റും ചെയ്ത് ഒരു കുഴപ്പവുമില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ഈ സിംറ്റംസിന് ആങ്സൈറ്റി ആണ് എന്ന് കരുതുന്നതായിരിക്കും നല്ലത്. ഡിസിനെസ്സും ഈ ലൈറ്റ് ഹെഡഡ്നെസ്സും എല്ലാം റിയലാണെന്ന് തോന്നുകയല്ല ചെയ്യുന്നത്, അതെല്ലാം റിയലാണ്. പക്ഷേ അത് ഒരു കാരണവശാലും ഡേഞ്ചറസ് അല്ല. അത് ഉണ്ടാവുന്നതിന് കാരണം ശാരീരികമായ പ്രശ്നങ്ങളല്ല, നമ്മുടെ ആങ്സൈറ്റിയാണ് എന്ന് മനസ്സിലാക്കുക. CBT ടൂൾസ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പല രീതിയിലും ഉപകാരപ്പെടുന്ന ആ പുസ്തകം മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭ്യമാണ്. അതിൻ്റെ ലിങ്കുകൾ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വാങ്ങിക്കാം, വായിക്കാം, എൻ്റെ കൂടെ തെറാപ്പി ചെയ്യുകയും ചെയ്യാം. ഈ വീഡിയോ കണ്ടതിൽ നിങ്ങളെല്ലാവർക്കും നന്ദി. നമസ്കാരം.